റസൂലിനെ അറിയില്ല, ഒരിക്കലും അറിയില്ല. അവിടെ നിന്നാണ് നമ്മളെ ഈമാൻ തുടങ്ങേണ്ടത്. ബുക്ക് വെച്ചിട്ട് കാര്യമല്ല. സീറത്തു റസൂൽ വായിക്കുന്നത് നല്ലതാണ്, പക്ഷെ നബിയെ തിരിയില്ല, ഒരിക്കൽ നബി തിരിയില്ല. നബി തിരിയാൻ വേണ്ടി സീറത്തു റസൂൽ വായിക്കണ്ട. സീറത്തു റസൂൽ കാണുന്ന ആളല്ല നബി, നബി വേറെ ആളാണ്. മുഹമ്മദ് മുസ്തഫയെ പറ്റി എനിക്കൊന്ന് വർണ്ണിച്ചുതാ എന്നൊരു ജൂതൻ ഒരിക്കൽ സയ്യിദുന അലിയുൽ മുർത്തള തങ്ങളോട് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ലാ ഉതീഖ, എനിക്ക് കഴിയൂല. സിഫ് അനി ദുനിയ, സിഫ് അനി ദുനിയ. ഹേ ജൂത, നീ ദുനിയാവിനെ പറ്റി ഒന്ന് വർണ്ണിച്ച് പറഞ്ഞോണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു, കൈഫ അഖ്ദിറു അനി ദുനിയ വഫീഹാ അൻവാഅ മുതനവ്വഅ. എന്തൊക്കെയുണ്ട് ദുനിയാവിൽ, അതിലിപ്പോൾ എന്തെന്നാണ് ഞാൻ പറയേണ്ടത് നിങ്ങളോട്? അതെങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുക? ഫഖാല അലിയുൻ, അപ്പോൾ അലി പറഞ്ഞു, അൻത ലാ തഖ്ദിറു അൻ സിഫത്തി ദുനിയ, ദുനിയാവിനെ വർണ്ണിക്കാൻ നിനക്ക് കഴിയില്ല. വഖദ് ഖാല സുബ്ഹാനഹു വതആല ഫീ കലാമിഹി ഖുൽ മതാഉ ദുനിയ ഖലീൽ വകൈഫ അഖ്ദിറു അൻ റജുലിൻ ഖാല അല്ലാഹു തആല ഫീ കലാമിഹി അൽ മജീദ് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹു ഖലീൽ എന്നതിനെ പറയാൻ നിനക്ക് കഴിയില്ല, പിന്നെ അല്ലാഹു അളീം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും? അപ്പം ഇവിടുന്ന് നമ്മളെ പഠിപ്പ് തുടങ്ങുന്നുണ്ട്. നബിയെ നമുക്ക് അറിയൂല. നബിയെ അറിയുമെന്ന് വാദിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അള്ളാഹു ആ വിഭാഗത്തെ തുടർന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ വിഭാഗം ഉള്ളിൽ പോയിട്ടുണ്ടാവും, ഉള്ളിൽ പോവും. പുറമെ നല്ല തോലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ ചില മരം കച്ചവടം ചെയ്യുന്നത്. അപ്പം നമ്മൾ പുറമെ നിങ്ങോട്ട് അളന്നിട്ട് എന്താ പറയും, 25 കുബിക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ 50 ലക്ഷം, 50,000, 60,000, 75,000 എന്നൊക്കെ പറയും. എന്നിട്ട് അളന്ന് മുറിച്ച് നോക്കുമ്പോഴോ 3/4 ഭാഗം ബെഞ്ചതിൽ കയറിയിട്ടുണ്ടാവും. എന്നാൽ പുറമെ അതോട്ട് കാണൂല്ല. ഇതിനാണ് വഹാബിസം എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ബെഞ്ചതിൽ കയറിയല്ല. പുറമെ നടന്നാൽ 25 കുബിക്ക് ഉണ്ടാവും, പക്ഷെ ഇത് 10,000 സാധനമില്ല. എന്തേ? ഉള്ളിൽ ബെഞ്ചതിൽ കയറി. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയെ തിരിയും എന്ന് വാദിച്ചതാണ് അവരുടെ തെറ്റ്. റബീഉൽ മുഹമ്മദിയ എന്നൊരു പ്രഭാഷണമുണ്ട് ഈ റമളാനിൽ, ഈ റബീഉൽ അവ്വലിൽ ഇൻഷാ അല്ലാഹ് നടത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബിനെ മനസ്സിലാക്കാൻ കഴിയും. തിരിച്ചു വരി. എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെ പേരാണ് നൂറ്. അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നൂറുണ്ടല്ലോ. നൂറ് എന്ന പേരില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീമുൽ മലിക് القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النور الهادي النور الهادي. അപ്പം നൂറ് എന്ന പേര് ആർക്കുണ്ട്? അല്ലാഹുണ്ട്, റസൂലുള്ളാഹിക്കുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഇവിടെ നൂറ് അല്ലാഹയാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജാഅ എന്ന പരിപാടി അല്ലാഹ്ക്കില്ല, റഹബ ഇല്ല, ജാഅ ഇല്ല. പിന്നെ മാത്രമല്ല മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നൂറുൻ, നൂറ്. അപ്പം അതാരല്ല? പറയും, അല്ലാഹു അല്ല. അപ്പം ആ അസ്മാഉൽ ഹുസ്നയിൽ പറഞ്ഞ നൂറ് അല്ല ഈ നൂറ്, ഇത് വേറെ നൂറാണ്. പക്ഷേ ഒന്നും അതും നൂറ്, ഇതും നൂറ്. അത് ഖാലിഖായ നൂറ്, ഇത് ഖൽഖായ നൂറ്.
എന്നെ അത് തിരിഞ്ഞാൽ ഈമാൻ കിട്ടി. മറ്റതൊക്കെ വർത്താനം പറയാണ്, ഈമാനുണ്ട് അങ്ങനെ ഇതൊക്കെ വർത്താനങ്ങളാണ്. അതൊക്കെ പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പം എന്തേ ഉള്ളൂ, പൊട്ടിക്കരിയ പടച്ചോനെ എനിക്ക് ഈമാൻ തരണം. മുഹമ്മദിയത്ത് ഒന്നുകൂടെ തൊട്ടാൽ മതി. നല്ല നല്ല ഉണങ്ങിയ സമയത്ത് തീപ്പെട്ടിയും ഒന്ന് അപ്പോഴത്തേന് എന്തായി പറയും, അതിൻ്റെ സ്പാർക്കിങ് കത്തി ഒന്ന് തൊട്ടാൽ മതി, കത്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ മശീഅത്തും മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാനിയത്തും നിന്റെ കൽബിൽ തൊട്ടാൽ മതി. നല്ലാരായി, മുഅ്മിനായി, ഇല്ലെങ്കിൽ നിസ്കാരക്കാരനായി. നിസ്കാരക്കാരനെ പറ്റി ഖുർആനിൽ അവസാനം പറഞ്ഞത് നരകത്തിലാണെന്ന്. ഫവൈലുൽ ലിൽ മുസല്ലി, എനിക്ക് നിസ്കരിച്ച് അങ്ങനെ ഏത്തമുക്കി നടക്കാം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ മശീഅത്തും മുഹമ്മദിയത്തും നിന്നെ തൊട്ടാൽ യാരായി, മുഅ്മിനായി. പിന്നെ കുറഞ്ഞ നിസ്കാരം മതിയാവും. നീ കൂടുതലുണ്ടായിക്കോട്ടെ, കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ കുറച്ചും മതിയാവും. നീ നിസ്കരിച്ചിട്ടില്ല, ഒരാൾ നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല, ഒരാൾ മുസ്തഫ നബിയിൽ സറണ്ടറായി, മുഹമ്മദ് എന്ന അള്ളാഹുവിൻ്റെ ഖൽഖായ നൂറാനിയത്തിൽ സറണ്ടറായി. ഒരു ജൂതൻ്റെ ഒരു ആട്ടിടയനായിരുന്നു അയാൾ. ഈ സംഭവം മുസ്ലിം പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം തങ്ങൾ ഈ ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൽ സറണ്ടറായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് മുസ്ലിം ആകണം, എനിക്കൂടെ മുസ്ലിം ആകാം. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, അയാൾ മുസ്ലിമായി. പിന്നെ അയാൾ ചോദിച്ചു, ഫമാ അഫഅലു ബി ഹാദിഹിൽ ഗനം, പിന്നെ ഈ ആട്ടുംകൂട്ടം കൊണ്ടിപ്പോൾ ഞാൻ എന്താ കാട്ടുക, ഞാൻ അപ്പം മുസ്ലിമായല്ലോ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ജൂതൻ്റെ ആട് നിന്നെ വിശ്വസിച്ച് ജൂതനെ ഏൽപ്പിച്ചതാണ്, അത് നഷ്ടപ്പെടാൻ പാടില്ല. നീ മെല്ലെ 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 കൊണ്ടുപോയിട്ട് ആടുകൾ പിഴക്കാത്ത ഒരു വഴി, അതായത് ജൂതൻ്റെ ആട്ടുകൂട്ടിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയാക്കിയിട്ട് മെല്ലെ പോര്. അവിടേക്ക് പോയാൽ പിന്നെ ആ ജൂതൻ പിടികൂടിയാൽ പിന്നെ പോരാൻ പറ്റില്ല. അപ്പം ഏകദേശം കൊണ്ടേ ആടിലൊന്നും പിഴക്കാത്ത നിലക്ക്, ജൂതനാണെങ്കിലും അവനെ നിന്നെ അമാനത്തായി ഏൽപ്പിച്ച ഒരാട് അയാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അത് കൊണ്ടേയാളാക്കിക്കളാം, നെടുചൻ പോരി പറഞ്ഞു. അങ്ങനെ അയാൾ പോകുന്നു. അങ്ങനെ അയാൾ വീണ്ടും റസൂലുള്ളാഹിന്റെ അരികിൽ വന്നപ്പോൾ ചില സ്വഹാബികൾ പടച്ചട്ട അണിഞ്ഞു നിൽക്കുന്നുണ്ട്. ഖൈബർ യുദ്ധക്കളമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. നിർദ്ദേശം കഴിഞ്ഞപ്പോൾ അവർ പടച്ചട്ടയും അണിഞ്ഞ് ആയുധങ്ങളുമായി പുറത്തേക്ക് പോയി. അപ്പോൾ പുണ്യ റസൂൽ തങ്ങളോട് ഇയാൾ ചോദിച്ചു, ഇവരെടുക്ക പോണത്? അപ്പോൾ പറഞ്ഞു, ഇലൽ ഖിതാൽ, അവർ യുദ്ധത്തിന് പോവാണ്. അദ്ഹബു മഅഹും, ഞാനും പോട്ടെ. ഇയാൾ നിസ്കരിച്ചിട്ടില്ല, ഒരു ബിസ്മി പഠിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത്, ബിസ്മി പഠിക്കണ്ടേ, ഒരു ബിസ്മിയെങ്കിലും ഒരു ഫാത്തിഹ സൂറത്ത് പഠിക്കാൻ നോക്കി അങ്ങായി. ഇതിപ്പോ യുദ്ധത്തിന് നടക്കല്ലേ, അതാണോ നബി പറഞ്ഞത്? അല്ല. ഹൽ ഇൻദക മിൻ സിലാഹിൻ, നിന്റെ കയ്യിൽ വല്ല ആയുധം ഉണ്ടോ? ലാ യാ റസൂലുള്ളാഹി, ആയുധമൊന്നുമില്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹൽ മൻ യുഈറുഹു മിൻ അസ്ലിഹതിഹി, ആരെങ്കിലും വല്ല ആയുധം ഇയാൾക്കൊന്ന് വായ്പ കൊടുക്കൂ. അപ്പൊ ഏതോ ഒരു സ്വഹാബി അയാളുടെ കയ്യിൽ സ്പെയറായുള്ള ഒരു ആയുധം കൊണ്ടുവന്ന് കൊടുത്തു. ആയുധം വാങ്ങിയ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. അയാൾ അപ്പം മുസ്ലിം ആയിട്ടുള്ളൂ. അയാൾ എന്ത് പഠിച്ചിട്ടില്ല, ഫാത്തിഹ സൂറത്ത് പോയിട്ട് എന്തില്ല പറയും മനുഷ്യന്മാരെ. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിവരെ ഇയാൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കണമെന്ന് നബി ആളോട് പറഞ്ഞിട്ടില്ല, പഠിക്കേണ്ട ആവശ്യമല്ല. ഇതിനെ വിസ്മരിക്കണം. ഈ കാസിമി അതിനെ എതിർത്തു, നമ്മൾ എതിർത്തോടെ, അതിനെ ഞാൻ എതിർത്തു. എനക്ക് കഴിയുന്ന ഇജ്ജ് എതിർക്കണ്ട, എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ്, അതുകൊണ്ട് ഞാൻ എതിർക്കുകയാണ്. ഒരാൾക്ക് ബിസ്മി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ബിസ്മി പഠിച്ചിട്ട് കാര്യമല്ല. ഇത് പഠിച്ചിട്ട് പോയാൽ മതി മുത്തുനബി പറഞ്ഞിട്ടില്ല. നിന്റെ കയ്യിൽ ആയുധം ഉണ്ടോ ചോദിച്ചു. ഇല്ല നബിയാണ്. ഞാൻ ഒരു ആയുധം നേടിയ യുദ്ധത്തേക്ക് ചാടുമ്പോൾ ബിസ്മി അല്ലണല്ലോ, അത് പഠിച്ചു പോയോ? അതും പഠിപ്പിച്ചില്ല. ആരോ ആയുധം വായ്പ കൊടുത്തു, അയാൾ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. ആളുകൾ നബിയുടെ ചുറ്റും കൂടി. വല്ലാത്തൊരു ധൈര്യം തന്നെ. ഇയാൾ ഇപ്പോഴല്ലേ മുസ്ലിമായത്, അപ്പോഴേ തന്നെ യുദ്ധത്തിന് പോയി. അവർ പുണ്യ റസൂലിന്റെ മുന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞില്ല. യുദ്ധക്കളത്തിലുള്ളവർ അയാളെ ചുമന്നുകൊണ്ടുവന്നു. ഓഹു മഖ്തൂൽ, അപ്പോഴത്തേന് ഈ മനുഷ്യൻ ഷഹീദായിട്ടുണ്ട്. ഒരു ബിസ്മി പോലും ഈ മനുഷ്യൻ പഠിച്ചിട്ടില്ല. ഒരു റക്അത്ത് പോലും ഈ മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ല. സുബഹി കഴിഞ്ഞു, മുസ്ലിമായി. ളുഹറായിട്ടില്ല, അന്നേരത്തെ മുസ്ലിമായത് ളുഹറായിട്ടില്ല, അതിനു മരിച്ചു. പിന്നെ അയാളെ മറവ് ചെയ്യാം മുസ്തഫ. എന്തുകൊണ്ട്? അതൊന്നും മനുഷ്യന് ആവശ്യമില്ല. മനുഷ്യനൊരു രണ്ടാളെ ആവശ്യമുള്ളൂ, അല്ലാഹു റസൂലു മുഹമ്മദ്. കഴിഞ്ഞു, ഇത്ര ആവശ്യം.
അതില്ലാതെ എല്ലാം കൂടി ഉണ്ടായാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കും. നല്ലൊരു നിസ്കാരത്താമ്പുണ്ടെങ്കിൽ എനിക്ക് കച്ചവടം ഉഷാറോ. എങ്ങനെയെങ്കിലും ഒരു നെറ്റിമല്ലൊരു അടയാളം ഉണ്ടാക്കാൻ നോക്കിക്കോളി, എന്നാൽ കച്ചവടം നടക്കും. ഇനി പലർക്ക് കടട്ടാലും നടക്കും, മലഞ്ചർക്ക് കച്ചവടം നടക്കും. എന്തുകൊണ്ട്? മൂപ്പരെ കണ്ടാൽ തന്നെ ഒരു ഈമാണ്ട് പറഞ്ഞാണ്ട് അവിടുന്ന് ആളുകൾ. അപ്പം നെറ്റിമ്മൽ നമുക്ക് അടയാളം ഉണ്ടായാൽ നമുക്ക് നടക്കാൻ പോണത് പൈസ കിട്ടും. ഇപ്പം സ്ഥാനാർത്ഥിയായ എനിക്ക് MLA ആകാം, മന്ത്രിയാകാം, പ്രധാനമന്ത്രിയാകാം, അതൊക്കെ ആകാം. പഠിച്ചോനെ കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ മനുഷ്യനെ മറവ് ചെയ്തുകൊണ്ടിരിക്കവേ പുണ്യ റസൂൽ വളരെ സന്തോഷത്തിൽ മറവ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത പുണ്യ റസൂൽ ബേക്കിലേക്ക് തിരിഞ്ഞിട്ട് പോയി, നേരെ ബേക്കിലേക്ക് പോയി. പെട്ടെന്ന് മറവ് ചെയ്യാൻ ഹബീബ് നിർദ്ദേശം കൊടുത്തു. നിർദ്ദേശം കൊടുത്ത് ബേക്കിലേക്ക് പോയി. അദ്ദേഹത്തെ മറവ് ചെയ്തതിന് ശേഷം സ്വഹാബികൾ മുസ്തഫ പുണ്യ റസൂലുള്ളാഹിന്റെ ചുറ്റും ഒരുമിച്ച് കൂടി. എന്തെങ്കിലും വലിയ ആവേശത്തിൽ നിന്നിട്ട് പിന്നെ എന്തേ പോയത്? അപ്പോൾ പറഞ്ഞു, രണ്ട് സുന്ദരി പെണ്ണുങ്ങൾ, സ്വർഗീയ സുന്ദരി പെണ്ണുങ്ങൾ ഖബറിലേക്ക് വന്നു. പിന്നെ ഈ മനുഷ്യന്റെ കഫം പടവയും കൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേന് അവർക്കത് മാന്തിയിട്ട് അയാളെ നോക്കണം. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ല, അവിടെ നിങ്ങൾക്ക് മറവിയ. ഞാനത് അവിടുന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ അവസാനമുള്ളത് വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. ഇയാൾ ജീവിതത്തിൽ ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. സുജൂദ് എമ്പാടും ചെയ്തവരെ പറ്റി എന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. എന്താ കാരണം? ഇയാളെ മനസ്സിൽ ഒരാളുണ്ട്, ഖാലിഖായ റബ്ബുണ്ട്, ഖൽഖായ മതി, അത്ര മതിയല്ലോ. പിന്നെന്താ ഉണ്ട്, അത് മതിയല്ലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മളെ കൽബിലുണ്ടായോ രക്ഷപ്പെടും, അല്ലേ? രക്ഷപ്പെടൂല. ആറ്റി കുറിക്കാല, ബാക്കിയൊക്കെ ചുരുക്കാണ്. നിസ്കാരം ചുരുക്കാണ്, അമലല്ലേ ആണ്. അമൽ എന്ത് ചെയ്യുന്നത്? ബോഡി അതിനത്ര വലിയ സാധനമാണോ? അല്ല. ബോഡി കുല്ലുക്കുമിൻ ആദമവ ആദമുമിൻ തുറാബ്. ബോഡി മണ്ണല്ലേ. റൂഹ് എന്താന്ന് എപ്പോഴും പഠിച്ചോൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ട് പറയാതിരിക്കുക. ഒറ്റക്കട്ടിയല് ചോദ്യം, ഒറ്റക്കട്ടിയല് ചോദിച്ചോളി എന്ന് പറയുന്ന പഠിച്ചോനോട് റൂഹിനെ പറ്റി ചോദിച്ചപ്പോ ബോഡി എന്താ? ബോഡി ഈ സെൽഫ് മിട്ടി. കുല്ലുക്കുമിൻ ആദമവ ആദമുമിൻ തുറാബ്. ഈ മണ്ണ്, ഈ ലോക്കൽ മണ്ണ്, ആ മണ്ണുകൊണ്ട് ചെയ്യണ ഏറ്റവും വലിയ പണി നിസ്കാരമാണ്. മണ്ണെന്നെ വലിയ സംഭവമല്ലല്ലോ. ഇതിൻ്റെ അർത്ഥം നിസ്കരിക്കണ്ടെന്നല്ല. ഈ ആദ്യം എന്തുണ്ടാക്ക്? ഈമാൻ ഉണ്ടാക്ക്. ഈമാനിൻ്റെ മഹദും മലഹറും മമ്പാഴും മുഹമ്മദാണ്. ബസ് അത്രയേ ഉള്ളൂ. വളരെ ചിന്തിക്ക്. ചോദിച്ചിട്ട് പറഞ്ഞില്ല റൂഹ് എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ല. ചോദിച്ചു. ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ടില്ലേ നബി റൂഹ് എന്താണ്? അത് തന്നെ പറഞ്ഞു. നിങ്ങൾ ആളുകൾ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ നബി റൂഹ് എന്താന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞു തരാതിരിക്കണം? അത് പറഞ്ഞു കൊടുത്തോ? ഇല്ല. പിന്നെ നേരെപ്പോലെ കിട്ടും. നേരെപ്പൊളിട്ട പിന്നെ ഇനി വർത്താനില്ലല്ലോ. നമ്മൾ സാമാനം വാങ്ങാൻ ചെന്നപ്പോഴാണ് മൂപ്പര് ആചാര്യ നേരപ്പൊളി ഇടുന്നത്. ഇനിയിപ്പോൾ ഒന്നും നടക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നേരപ്പൊളി ഇട്ടു. നേരപ്പൊളി. ആളുകൾ നിങ്ങളോട് വന്ന് റൂഹ് എന്താന്ന് ചോദിക്കുന്നുണ്ടില്ലേ? ആ റൂഹമിന് അമ്പി റബ്ബി, അതിന്റെ റബ്ബിന്റെ ഒരു കാര്യം എന്നാണ് പറഞ്ഞാൽ. എന്നിട്ട് എന്തേ പറ്റില്ല? എന്താ റബ്ബിന്റെ കാര്യമല്ലാത്ത ഇതൊക്കെ റബ്ബിന്റെ കാര്യം ഒരു നിലക്ക് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിയൂല്ല. അലാലഹുൽ ഖൽഖു വൽ അംറു, അംറ് മാനേജ തിരിയില്ല. يسألونك عن الروح قل الروح من أمر ربي
വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. വിവരമില്ലാത്തവരൊക്കെ വിവരമുള്ളവർ ചോദിച്ചോളി എന്ന് പറഞ്ഞ കിതാബാ ഖുർആൻ. ഫസ്അലൂ അഹ്ല ദിക്രി. പറയും മച്ചന്മാരെ, നിങ്ങൾക്ക് വിവരമില്ലാത്തവരുണ്ടെങ്കിൽ ഇൻകുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വിവരമുള്ളവരോട് ഒന്ന് പറയും മച്ചന്മാരെ. വിവരമുള്ളവരോട് ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും വലിയ അറിവാളനോട് പോയി ചോദിച്ചു. അള്ളാഹ് അറിഞ്ഞും ചെയ്തു ചോദിച്ചിക്കണ്. എന്നാ അങ്ങനെ ബുദ്ധിമുട്ടിക്കണുണ്ട് അള്ളാഹ് അറിഞ്ഞു. എന്നിട്ട് അള്ളാഹ് എന്നെ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടിക്കണില്ലേ, അത് എൻ്റെ ഒരു കാര്യം എന്നാണ് പറഞ്ഞാൽ. പിന്നെ എന്ത് പറഞ്ഞാല് കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശമില്ല, നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് പൂതി ഉണ്ടാവും അത് കിട്ടണം. ഒരു സാധനം ഹെഡ് ലോഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് ഒരു 10 കിലോ 100 കിലോ കൊണ്ടുപോവാണെങ്കിൽ കിലോക്ക് പിന്നെ 1 കിലോക്ക് 10 റുപ്യ തരാം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പൂതി ഉണ്ടാവും 200 കിലോ എനിക്ക് ഏറ്റിക്കൊണ്ടുപോയാൽ മതി. എന്നാൽ എനിക്ക് 100 കിലോന് 1 കിലോന് 10 റുപ്യ ആണെങ്കിൽ 100 കിലോന് 1000. അപ്പോൾ ഒരൊറ്റ നടത്തം കൊണ്ട് എനിക്ക് 2000 റുപ്യ കിട്ടുമല്ലോ നോക്കാൻ പൂതി ഉണ്ട്, പക്ഷെ അവന് വഹിപ്പാൻ കഴിയൂല. ഇങ്ങോട്ട് നോക്കി, നിന്റെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ടാണ് റൂഹിനെ പറഞ്ഞു തരൂല എന്ന് പറഞ്ഞത്? റൂഹിൻ്റെ ബാപ്പ തിരിയാത്ത ആളാണ്, മണ്ണിൻ്റെ ബാപ്പ തിരിയുന്ന ആളാണ്. അബുൽ അർവാഹ് മുഹമ്മദുൻ വ അബുൽ അജ്സാദി ആദം. തിരിഞ്ഞില്ല. ആദമിൻ്റെ ബാപ്പയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. റൂഹിൻ്റെ ബാപ്പയാണ് മുഹമ്മദ്. ആ ആളെ തിരിയില്ല, അതുകൊണ്ട് റൂഹിനെ തിരിയില്ല. ആദമിനെ തിരിയും. ആദമ മണ്ണാണ്. കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ്. ആദം നബിൻ്റെ ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. നബിൻ്റെ ബാപ്പയാണ് ആദം നബി. മണ്ണിൽ റൂഹിലോ 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 ആദമിൻ്റെ ബാപ്പയാണ് മുഹമ്മദ്. ലൗ അബ്സറത് ശൈത്വാനു ത്വൽഅത നൂരി. ഇബ്ലീസ് എങ്ങാനും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള മുഹമ്മദ് ഈ പ്രകാശം കണ്ടിരുന്നുവെങ്കിൽ മലക്കളെ മുന്നിൽ സുജൂദിൽ വീഴും. മലക്കൾക്ക് ആ പ്രകാശം കാണാൻ കഴിഞ്ഞു, ഇബ്ലീസിന് ആ പ്രകാശം കാണാൻ കഴിഞ്ഞില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ആദമിന്റെ ബാപ്പയാ മുഹമ്മദ്. ആദമിന്റെ ബാപ്പയാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹിന്റെ അസ്ലി മുഹമ്മദ് മുസ്തഫയാണ്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അതിന് വിളിച്ചുണ്ടാവുള്ളൂ. പിന്നെ നമ്മളിനെ ഇരുട്ടാക്കണം. അത് ശുദ്ധമായ വെളിച്ചത്ത് തന്നതാ. മണ്ണിന്റെ അസ്ലി ഇരുട്ട, റൂഹിന്റെ അസ്ലി വെളിച്ച. നിങ്ങളിന്റെ കൂടെ ഇല്ല എന്നാ തോന്നുന്നത്. വെളിച്ചമുള്ള റൂഹിനെ മണ്ണിലേക്ക് ലയിപ്പിച്ചിട്ട് ഇരുട്ടാക്കും. അതാണ് ഫാസിഖിന്റെയും മുബത്തദിഇന്റെയും കാഫിറിന്റെയും റൂഹ്. അല്ലാഹു അവസ്ഥയെ തൊട്ട് നമ്മളാക്കട്ടെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എന്നാൽ അടിസ്ഥാനപരമായി റൂഹ് ശുദ്ധിയായിരിക്കും, നല്ല ശുദ്ധിയാണ്. പിന്നെന്തായി? ഈ റൂഹിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ റൂഹ് ഇവിടെ വന്നപ്പോൾ എന്തായി? റൂമിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. റൂഹി എന്നാൽ ഒരു കണ്ണാടിയാണ്, തിരിഞ്ഞു നോക്കിയില്ല. ഓൾ എന്ത് ചെയ്യും? ഓൾ റൂം അടിച്ചു വാരും. റൂമിൽ എന്ത് ചെയ്യും? കുറച്ച് പെനോയിലൊക്കെ ഒഴിച്ച് റൂമൊക്കെ നല്ലോണം ഉന്തും. പക്ഷേ കണ്ണാടി അവസാനം ഓളെ മുഖവും ഓളെ എന്താ പറയാ കൊന്ത്രമ്പള്ളി വരെ അതിൽ നോക്കിയാൽ കാണൂല. എന്ത് 12 കൊല്ലായി കണ്ണാടി ഒന്ന് മനുഷ്യന്മാരെ, നമ്മളെ തമ്മിലൊരു വിരോധം ഇല്ലല്ലോ. ആ കൊന്ത്രമ്പള്ളി വരെ ഇതിൽ കാണുന്നില്ല. എന്തുകൊണ്ട് കാണൂല? കണ്ണാടി കൊല്ലങ്ങൾ 15 കൊല്ലായി ആ അലമാര വെച്ച കണ്ണാടി ഒന്നും തുടച്ചിട്ടില്ല. അതിനെ അവൾ നസിയം മനസ്സിലായി. മറന്നു. ഇപ്പോൾ അതിനൊന്നും കാണാൻ സാധ്യല്ല. അപ്പൊ എന്തായിന്നറിയോ? ഇരുട്ട് വ്യാപിച്ചു. എന്തുമേൽ? കണ്ണാടിമേൽ. ഇരുട്ട് ആരുടെ സ്വഭാവമാണ്? തറയുടെ സ്വഭാവമാണ്. ആരുടെ സ്വഭാവമല്ല. ഒന്ന് കൂടി വരി. കണ്ണാടിയുടെ സ്വഭാവമല്ല. കണ്ണാടി സ്വഭാവം സൊഫിയത്താണ്, ശുദ്ധതയാണ്. പക്ഷേ എന്തായി? ശുദ്ധീകരിക്കൽ നടക്കാത്തത് കൊണ്ട് മണ്ണിന്റെ സ്വഭാവം ആരിലേക്ക് വന്നു? കണ്ണാടിക്ക് വന്നു. ഇനി പറ്റൂല. അതാണ് ഹവ. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ.
നമ്മാറത്ത് ബിസു ഇത് വന്നു. പിന്നെ റൂഹ് അതിൻ്റെ പറ്റി. അങ്ങനെയാണല്ലോ. ആദ്യം റൂഹ് വന്നപ്പോൾ റൂഹിന് ഭയങ്കര വിഷമേന് ഈ ജസദിൽ എങ്ങനെ നിൽക്കുക. ഒരുത്തൻ ഒരാളുടെ മകളെ മുക്കുവക്കുടിയിലേക്ക് കെട്ടിക്കൊണ്ട്, അപ്പൊ പുതിയണ്ണിനെ കൊണ്ടേയാക്കി ബസ്സിൽ വന്ന പെണ്ണുങ്ങളൊക്കെ അവിടെ ആക്കി പിരിയാൻ പോയപ്പോൾ ഒളടുക്കായിരുന്നു. ഞാൻ എങ്ങനെയാ ഇവിടെ പാർക്കുക? ഇവിടെ ഞണ്ടിന്റെ വാസനയും പരിമക്ഷന്മാരെ അതിന് മുഖാരി പോകുന്നുണ്ടല്ലോ, കല്ലുമക്കായന്റെ വാസനയും ഏട്ടന്റെ വാസനയും, ഏട്ടനല്ല ഏട്ട ഐലന്റെ വാസനയും മത്തിന്റെ വാസനയും. ഇവിടെ എങ്ങനെയാ ഞാൻ പാർക്ക? വല്യമ്മേറോൺ കഴിഞ്ഞു. അപ്പോ വല്യമ്മ പറഞ്ഞു, സാരല്ല, ഇത് നിൽക്ക്, നമുക്ക് നാട്ടിൽ തന്നെ ഒരു പരണ്ടാക്കി ഓനെ അങ്ങോട്ട് വിളിക്കാം. ഇതിപ്പോ തൽക്കാലം ഒന്ന് അടങ്ങ്, ഓ നല്ല മസിലൊക്കെ ഉള്ള നല്ല ബാല്യക്കാരനാണ്, സാരല്ല, അവനെ പോറ്റാൻ കഴിയും, നിൽക്കിച്ച് കുറച്ചേരം ഉണ്ടാ നിൽക്ക് കുഞ്ഞിമ്മോ എന്ന് പറഞ്ഞ് പറത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇടക്കിടക്കും വരുമ്പോഴൊക്കെ ഓള് കാര്യം. 5-6 മാസം കഴിഞ്ഞപ്പോൾ ബാപ്പയും ഉമ്മയൊക്കെ വിരുന്ന് വന്നപ്പോൾ ഓള് പറഞ്ഞ്, ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇങ്ങോട്ട് കയറാൻ വയ്യ. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ അതൊരു മനുഷ്യന്റെ പേരായി കിട്ടി. എന്തിവിടെ നടന്നത്? പറയാ മനുഷ്യ, എന്തിവിടെ നടന്നത്? ഇവിടെ ഓളം മൂക്ക് അവിടുത്തെ വാസനയോട് യോജിച്ചു. മുക്കുവക്കുടിയിൽ വാസന ഇല്ലാതിരിക്കൽ അസംഭവ്യമാണ് എന്ന് പറഞ്ഞ മാതിരി നമ്മളെ റൂഹ് ഇങ്ങോട്ട് തന്നപ്പോൾ ഈ പായൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ നിൽക്കാന്ന് കുറച്ച് കുറഞ്ഞ് കരിഞ്ഞിരുന്നു. ആര്? റൂഹ്. പിന്നെ റൂഹുണ്ട് അമ്മായി കൂടിയനായി. ആരുടെ? ജസദിൻ്റെ. അപ്പം പിന്നെ പോലെ ഒറ്റക്കെട്ട. ഇപ്പം ജസദിൻ്റെ സ്വഭാവം ആർക്കും വന്നു. അപ്പോൾ ഈ മുഹമ്മദിയത്ത് പോയി. അമ്മ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദിയത്ത് ഉണ്ടെങ്കിൽ ആ ജസദിനെ സഹിക്കാൻ റൂഹിന് കഴിയില്ല. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്ന് പറഞ്ഞാൽ ഒരു ഖത്തം തീർക്കാൻ ഒരു കാലം മതി. അതാരുടെ സ്വഭാവം? റൂഹിൻ്റെ സ്വഭാവം. റൂഹ് അൺലിമിറ്റഡാണ്. ആ സ്വഭാവത്തിലേക്ക് ജസദ് മാറും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയ കൂത്തിലുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി എന്ന മുൻകാല ഉലമാക്കളിൽപ്പെട്ട അഗ്രേസരനായ പണ്ഡിതൻ ഉലമാഇനെ പറ്റി വിശദീകരിക്കുന്നിടത്ത് കൂത്തിൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ ഒരു കാൽച്ചവിട്ടിയിൽ ഒരു കാലാണ് വെച്ചാൽ അടുത്ത കാൽ അപ്പുറത്താണ് വെക്കുമ്പോഴത്തേന് യഖ്തിമുൽ ഖുർആന മറത്തൻ വാഹിദ ബിതതബ്ബുരി മഅനി. ഖുർആൻ്റെ മുഴുവനും ആയത്തുകൾ ചിന്തിച്ചുകൊണ്ട് ഒരു വട്ടം ഖത്തം തീർക്കും. ആര്? അലി റളിയല്ലാഹു അൻഹു. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാനും അതിനും അങ്ങനത്തെ വലിയ പാപ്പയുണ്ടേ. പക്ഷെ ഇത് കൂത്തിലുണ്ടാവാം. ഉസ്താദ്മാരോട് ചോദിക്കും, കൂത്തിലുണ്ടാവാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അത് റൂഹിന്റെ സ്വഭാവമാണ്. ജസദ് അവിടുക്കെത്തി. മനസ്സിലായല്ലോ? റൂഹിന്റെ ബാപ്പയാരാ? മുഹമ്മദ് മുസ്തഫ. മണ്ണിന്റെ ബാപ്പയാരാടും. അത് അസ്ലിട്ടാണ്. പിന്നെ എങ്ങനെ ആദമിൽ വെളിച്ചുണ്ടായി? വെളിച്ചം മുഹമ്മദിയത്തിന് കയറി. അത് ഈ ബിരിയിൽ കണ്ടു, മീക്കായിൽ കണ്ടു, വീണു. മനസ്സിലായില്ല? അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മനസ്സിലാക്കണം. മനസ്സിലാവൂല എന്നെങ്കിലും മനസ്സിലാക്കണം. വെളിച്ചം മുസ്തഫ നബിയാ. ഒരു നൂറിനെ പടച്ചു. ആ 100 തനവ്വാണ്. ഇതൊക്കെ ഇരുട്ടോ എന്നാ പടച്ച എന്നെ. പക്ഷേ ഇരുട്ട് അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തതാ. ഇരുട്ട് എതിര് ദിശയിലേക്ക് പോകും. ഇരുട്ടിന് വെളിച്ചമാകാൻ കൊതിക്കുന്ന നമ്മൾ ഇരുട്ടിനെ തൊണ്ട് കാവലിനെ ചോദിക്കും. ഇപ്പൊ ചോദിച്ചല്ലോ. ഇപ്പൊ നിങ്ങൾ തുടങ്ങിയപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയില്ലേ? ഓതിയോ അല്ലേ? നിങ്ങളിപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയോ അല്ലേ? ഓതിയാലോ? എന്നാ മനോക്കി. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രിയുടെ ഇരുട്ട് മുത്തിയാൽ ഉണ്ടാകുന്ന ആപത്തിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പൊ ഇരുട്ടിനെ തൊട്ട് കാവൽ ചോദിക്കുക. അത് പകലെ ഒരുപാട് അടുത്താണെങ്കിലും ഇരുട്ടിനെ പറ്റി കാവൽ ചോദിക്കും. പകലാണ്. എന്നാലും ഇരുട്ടുണ്ടാവും. എന്തുകൊണ്ട്? സൂര്യന്റെ വെളിച്ചുള്ളൂ. ഇവിടെ വെളിച്ചുണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങളിന്റെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? പറഞ്ഞ ചിന്തിക്ക്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഓത്. മാനോക്ക്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രിയുടെ ഇരുട്ട് മുത്തിയാൽ ഉണ്ടാകുന്ന ആപത്തിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു റബ്ബേ. വിളിച്ചോ?
ഇരുട്ടി വെളിച്ചം, വെളിച്ചാകാൻ നമ്മൾ കൊതിച്ചു. വജഅല്ലി നൂറൻ വജഅൽനീ നൂറാ, എനിക്ക് വെളിച്ചം തരണം, എന്നെ തന്നെ വെളിച്ചമാക്കണം. ഇരുട്ടോ, ഇരുട്ടിനെ തൊട്ട് ഞാൻ ചോദിക്കുന്നു, ആരാ വെളിച്ചം? വെളിച്ചം മുഹമ്മദാ. അങ്ങനെ മുക്കണം. പഴയ കാലത്തുണ്ടായിരുന്നു, എന്താ പറയാ, പഴയ കാലത്തുണ്ടായിരുന്നു സൂപ്പർ വെയിറ്റിൻ്റെ കട്ട. സൂപ്പർ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു. ഉജാലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അമ്മ, ഞാനും ഉമ്മാക്ക് വാപ്പാൻ്റെ തുണിയും കുപ്പായം അലക്കും. വാപ്പ നല്ല കടക്ക് ഇസ്തിരിട്ടേ തുണിയും പാക്കിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ, ഞാൻ അലക്കി കൊടുക്കും. ഉമ്മ അത് എന്ത് ചെയ്യുന്നറിയോ, സൂപ്പർ വെയിറ്റൊക്കെ ഉമ്മയെ മുക്കുക. അന്നത്തെ സൂപ്പർ വെയിറ്റ് പറഞ്ഞാൽ ഒരു കട്ടയാണ്, ഒരു 3, 4, 5, 8, 10 കല്ല് ഇത്ര പോകുന്നത്. അത് കണ്ടവർക്കൊന്ന് കൈ വെക്കാം. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇന്നെ തന്നെ നോക്കുക. എന്നാൽ 4 ആൾ അത് കണ്ടവരുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. സത്യല്ലേ? എന്തായിരുന്നു? അങ്ങനെ എന്തായിരുന്നു? നിങ്ങളൊക്കെ വലിയ കറുത്ത താടിക്കാരായ മൂല്യന്മാരൊക്കെ ജനിക്കണതിന് മുമ്പ് അത് പോയി. എന്നെ പോലത്തെ വെളുത്ത താടിക്കാരെ അതൊക്കെ കണ്ടിട്ടു. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു എന്ത് സൂപ്പർ വൈറ്റിൻ്റെ കട്ട. അങ്ങനെ ഒരു ശീലയിൽ ഇങ്ങനെ എന്നിട്ട് എന്താ ചെയ്യുക, ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ഇതിനൊന്നും തൊടും, പിന്നെ അത് പിന്നെ എടുത്തേക്കും, അത് കുപ്പിയൊക്കെ എടുത്തേക്കും, അങ്ങനെ ആക്കും. അപ്പം മുഹമ്മദി എന്ന ആ നൂറാനിയത്ത് പിന്നെയാണ് എടുത്തേക്കും. ഇപ്പം എന്താ ഇജ് മൂമിനായി. അതിൽ അത് മുക്കാതെ വെള്ളത്തിൽ മുക്കിൽ എന്താ കാര്യം? സൂപ്പർ വെയിറ്റ് മുക്കാതെ യാസിനോദിച്ച് വല്ല കാര്യമുണ്ടോ? കുറച്ചോണെ സൂപ്പർ വെയിറ്റ് ആണോ? അതിനുള്ള കറാമത്തൊന്നും നടക്കില്ലല്ലോ. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്താണ് ഈ കിജി കിട്ടാണ്? എന്ത് പറയും? മുഹമ്മദിയത്ത് അന്നൂറാനിയ. ഈ മുഹമ്മദിയ നൂറാനിയത്ത്. നൂറാരാ? റബ്ബ്. നൂറാരാ? മുഹമ്മദ്. രണ്ടും ഖുർആൻ. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. അത് നൂറ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ. ഇത് നൂറ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് താജ് ചൊല്ലുക, പഠിച്ച ഇൽമിന് നാഫിയാകാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر متخر منور في البيت والحرم شمس الضحى نور الهدى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومن الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب
ഹുസ്നുൽ ഖവാതിമി വഇസ്തസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി كل لمحة ونفس بعدد كل معلوم لك سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين ربنا علم نافع كتير 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 واكل صواب لك كتير صدق ما تنبر حق ما تنبر بك باطل انت تحكي لك خاطرك دنيا واخرهم سهلاക്കി തരണം ദുനിയാ വാഖിറം സഹലാക്കി തരണം ദുനിയാ വാഖിറം സഹലാക്കി തരണം നിന്റെ പൊരുത്തം തരണം ഈ മജ്ലിസിൽ കടന്ന് എല്ലാവർക്കും മുഹമ്മദിയ എന്ന നൂറാനിയായ മുഹമ്മദി അന്നൂറാനി സ്വീകരിക്കാൻ തൗഫീഖ് തരണം എല്ലാവരുടെ ഖൽബിൻ്റെ ഉള്ളിലും അതൊന്നങ്ങോട്ട് കയറണം റബ്ബേ അതൊന്നങ്ങോട്ട് കയറണം إن بيتا أنت ساكنه ليس محتاجا إلى السرج ولا വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ يا مصابيح الهدى يا مصباح المصابيح يا رسول الله صلاة والسلام عليك يا رسول الله صلاة والسلام عليك يا حبيب الله صلاة والسلام عليك يا رحمة للعالمين خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله ഈ നാട്ടുകാർ ഈ റബീഉൽ അവ്വൽ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചല്ലോ പഠിച്ചവനെ ഈ ഒരു മഴയത്ത് അവർക്കിനി വലിയ ചെലവ് വന്നിട്ടുണ്ടാവില്ല റബ്ബേ എല്ലാ വീടുകളിലും മുഹമ്മദി നൂറാനിയത്ത് നിറച്ചു കൊടുക്കണമേ റബ്ബേ എല്ലാ മക്കളൊക്കെ നിരീശ്വരവാദികളും ലിബറലിസ്റ്റുകളുമാകുന്ന ഇക്കാലത്ത് ഞങ്ങളെ മക്കളെ മുഴുവൻ മൂമിനാക്കി തരണമേ എല്ലാ മക്കളും ഇതിൽ പങ്കെടുത്ത ഓരോരോ മക്കളും പങ്കെടുക്കാൻ കുതിച്ചോരോ മക്കളും എന്തോ സന്ദർഭവശാൽ വരാൻ കഴിഞ്ഞില്ല ഇതിൽ വരണമെന്ന് പുതിയുണ്ട് മുസ്തഫ റസൂലുള്ളാഹിയുടെ നൂറാനിയത്ത് പറയുന്നത് കേൾക്കാൻ പുതിയുണ്ട് എല്ലാ വീടുകളിലെയും നൂറാനിയത്ത് നിറക്കണമേ റബ്ബേ ഞങ്ങളെ മക്കൾ ആരാൻ്റെ വിറക് വെട്ടികളാകരുത് റബ്ബേ ആരാൻ ചേരുംപടി ചേർക്കുന്നവരാകരുത് റബ്ബേ ഞങ്ങളെ മക്കൾ സ്വാലിഹീങ്ങളും ഇസ്സത്തുള്ള യോഗ്യന്മാരുമാക്കണമേ റബ്ബേ തൗഫീഖ് ചെയ്യണമേ റബ്ബേ അമീൻ അമീൻ برحمتك يا أرحم الراحمين